ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ഓർക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും രണ്ടു പേർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. കൂടുതൽ പേർക്കും അതൊരു വ്യക്തി ആയിരിക്കാം. അതല്ലാതെയുള്ള തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും മെയിനായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട്. കുറേ പേർക്കെങ്കിലും ഇത് ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയിലുള്ളവരായിരിക്കാം. അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാകാനാണ് സാധ്യത കൂടുതലും. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ട്. എന്നാലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവർ കാരണം ആരും വേദനിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് അവരുടെ ഫാമിലി സപ്പോർട്ടും വേണം, അതുപോലെ തന്നെ നിങ്ങളും കൂടെ വേണം അത്തരമൊരു ചിന്തയാണ് എപ്പോഴും മനസ്സിൽ വരുന്നത്. സോ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളൊരു ധാരണയോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലയിടത്തും നോ പറയാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. കാരണം ആ ഒരു പേഴ്സണ് കംപ്ലീറ്റ് ആയിട്ടൊരു നോ പറയാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ. കാരണം അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് രണ്ട് ഭാഗത്ത് നിൽക്കുന്നത്. നിങ്ങളാണെങ്കിലും അവരുടെ ഫാമിലിയിൽ ഉള്ളവർ തന്നെ ആയിരിക്കണം. മേ ബി കുറേ പേർക്കെങ്കിലും ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്കും ഇത് കുറേ പേർക്ക് അറിയായിരിക്കാം. ഇങ്ങനെയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് പേരെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, നോ കോൺടാക്റ്റിലായിരിക്കാം. ഇൻ കേസ് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്താണ് നിങ്ങൾ ഓരോ മൊമെൻറ്റും പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഒന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും എൻജോയ് ചെയ്യാനോ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സന്തോഷങ്ങളൊക്കെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ബോണ്ടിങ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒന്നിലും ഒരു ഹാപ്പിനെസ് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അതിനോട് പൊരുതി നിൽക്കുകയാണ്. നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനാണെങ്കിൽ ഒരു സ്റ്റക്കായിട്ട് ഒരു ഭയങ്കര ഒരു ബാരിയറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കും. ഈ ഒരു പേഴ്സൺ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് വളരെയധികം വിഷമിക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രോക്കൺ ഹാർട്ട് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും അവർ വളരെയധികമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഓർത്തിട്ട് അവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ ഇനിഷ്യേറ്റ് ചെയ്താൽ പോലും പലപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നിട്ട് കൂടിയും അത് ഓവർകം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ ഒരു ഭയങ്കര ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരുമായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻ അറിയിക്കണം എന്നൊക്കെ കരുതി മുന്നോട്ട് വന്നാൽ കൂടിയും പലപ്പോഴും അത് പറ്റാതെ വരുന്നുണ്ട്. മേ ബി ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലെയൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ തന്നെ അവരുടെ ഫാമിലിയിൽ നിന്നുള്ളവരുടെ ഇടയിൽ നടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പ്രണയത്തെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നൊരു എനർജി. അതായത് ഇപ്പോഴും അവരുടെ ഓർമ്മകളിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് ഒരുപാട് ഹാപ്പിനെസ് കൊണ്ട് ചെന്നെത്തിക്കുന്ന അത്തരം ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തും ഒരുപാട് എതിർപ്പുകൾക്കിടയിൽ നിന്നിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളെ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇഷ്ടത്തെയൊക്കെ തന്നെ വളരെ അടുത്ത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതൽ പേർക്ക് ഇവിടെ കാണുന്നത് നിങ്ങൾ മനസ്സോട് കൂടി സെപ്പറേറ്റ് ആയി നിൽക്കുന്നതല്ല. അതായത് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നോ കോൺടാക്റ്റിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി ഒന്ന് കാണണം, എപ്പോഴാണെങ്കിൽ സംസാരിക്കാമെന്ന് പോലും നിങ്ങൾക്ക് അറിയാത്ത നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ രണ്ടു പേർക്കും അറിയാം എന്താണ് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റീസൺ തന്നെ ആയിരിക്കണം ഈ റിലേഷൻഷിപ്പിൽ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇനിഷ്യേറ്റ് ചെയ്യണം എന്നുണ്ട്. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ശ്രമിച്ചിട്ട് കൂടിയും സാധിക്കാതെ വരുന്നൊരവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാലും നിങ്ങളിപ്പോഴും നിങ്ങൾക്കൊരു ഹോപ്പുണ്ട്. നിങ്ങൾ ആ ഒരു പേഷ്യൻസോട് കൂടി തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു എനർജിയാണ്. രണ്ടുപേർക്കും ഒരുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും ഒരുപാടായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നൊരു എനർജിയാണ് ഇവിടെ ഫീൽ ആകുന്നത്. ഒന്നുകൂടി ഇത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് ഡോർ ടു റൊമാൻസിലൊരു കാർഡ്. ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപോലെ
എന്താണ് ഈ റിലേഷൻഷിപ്പ് സക്സസ് ആയി കാണാനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ റിലേഷൻഷിപ്പിനൊരു റീബർത്ത് ഉണ്ടാവും. ഒരു എന്താണ് പുതിയൊരു റൊമാൻസ് സൈക്കിൾ ഓപ്പൺ ആകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ ഒരു സ്ലോ പ്രോഗ്രസ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം അത്രയധികമായിട്ട് തടസ്സങ്ങളാണ്. അതും വളരെ വേണ്ടപ്പെട്ടവരായിട്ട് തന്നെ ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ അവർക്കത് അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വിഷമത്തിലാണ്. മേ ബി നിങ്ങളെക്കാൾ കൂടുതൽ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടും ഒക്കെ ഫീൽ ആവുന്നുണ്ട്. കാരണം അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. രണ്ടുപേരെയും വിട്ട് കളയാൻ പറ്റില്ല. രണ്ടുപേരും വേണ്ട ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഡിസിഷൻ എന്നുള്ള രീതിയിൽ അവർ കൺഫ്യൂസ്ഡ് ആണെന്നുള്ളൊരു എനർജിയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ഇതൊക്കെ ചേഞ്ച് ആവാം, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സ്ട്രെങ്ത് കുറയാനുള്ളൊരു സാധ്യതയൊക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡോർ ടു റൊമാൻസ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് റെസ്റ്റ് ആൻഡ് റെജനേഷൻ കാർഡാണ്. ഓക്കെ, ഈ ഒരു കാർഡ് എനർജി പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു അഭയം പ്രാപിച്ചിട്ടുള്ളൊരു ഒരു എനർജി. കൂടുതലും മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. കാരണം അവർ ഒരുപാട് ഇനിഷ്യേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആയിരിക്കാം. എന്താണെങ്കിലും കൂടുതലും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് തവണ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോടൊക്കെ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. സോ ആ ഒരു ടൈമിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാവും യൂണിവേഴ്സിൽ ഇനി അഭയം പ്രാപിക്കാം, ഭയങ്കരമായിട്ട് ഇനി യൂണിവേഴ്സ് തന്നെയാണ് അവർക്കൊരു ആശ്രയം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഫീൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ എന്താണെങ്കിലും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്കറിയാം എത്ര സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവരുണ്ടാവും. നിങ്ങൾക്കും അവരുടെ അതേ ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കൂടുതലും റിലേഷൻഷിപ്പിനൊരു സക്സസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ഒരുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. സോ ആ ഒരു എനർജി ഇവിടെ ശരിക്കും ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത് സൺ കാർഡാണ്. ഡെഫിനറ്റ്ലി മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പ് എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ രീതിയിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ എത്ര കണ്ടും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെയൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ട്രെങ്തോടു കൂടി നിൽക്കുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആകാം. ഇനി എന്താണ്, ഇനി ഒരിക്കലും പറ്റില്ല എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഈ തടസ്സങ്ങളൊക്കെ തന്നെ ഒരു മഞ്ഞുരുകണ പോലെ അങ്ങ് മാറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ എനർജി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നല്ലതുപോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ടൈം എടുക്കും എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അത് ഒന്ന് മാറിപ്പോവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. എന്നാലും നിങ്ങൾ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ഒന്നും ചിന്തിക്കാതിരിക്കുക. ഇനി ഒരിക്കലും പോസിബിൾ ആവില്ല, ഈ റിലേഷൻഷിപ്പ് റിയൂണിയൻ പോസിബിൾ ആവില്ല എന്നൊന്നും പോലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാണ്ട് തന്നെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെയൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി കൈവിടാണ്ട് തന്നെ മുന്നോട്ട് പോകാം. ആ ഒരു വിശ്വാസത്തോടുകൂടി, ആ ഒരു പ്രതീക്ഷയോടു കൂടി തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കുക. നിങ്ങൾ ഹാപ്പിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളിപ്പോൾ എങ്ങനെയാണോ ഹാപ്പിയായിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ടെൻഷൻ അടിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോവുക. ഒരുപാട് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക, നെഗറ്റീവ് എനർജി കൊണ്ടുവരാണ്ടിരിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. എന്താണെങ്കിലും ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പിന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് പോകാനുള്ള ഒരു സാധ്യത നല്ലതുപോലെ കാണുന്നുണ്ട്. പക്ഷേ എഫേർട്ട് വേണം, രണ്ടുപേരും എഫേർട്ട് ഇടണം. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യകത കാണുന്നുണ്ട്.